പ്രിയമുള്ളവരെ, ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന ഒരു വിചിന്തനം നടത്തുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും, മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ, കേരളത്തിലെ മതേതര വോട്ടുകളെങ്കിലും ഭിന്നിക്കാതെ അത് ഇടതുപക്ഷത്തിന് ചെയ്യൽ അനിവാര്യമാണ് എന്ന്. ഇത് പറയുമ്പോൾ പക്ഷപാതിത്വപരമായ ഒരു സംസാരമായി മനസ്സിലാക്കേണ്ടതില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ഉള്ളത്, ഇടതുപക്ഷമൊക്കെ ഉള്ളത്. അപ്പൊ ഈ കേരളത്തിൽ BJP അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ ഏതെങ്കിലും ഒരു MP സ്ഥാനത്ത് വിജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ആരും വോട്ട് മറിച്ചില്ലെങ്കിൽ, നിയമ മോഡലുള്ള മറിച്ചിട്ടില്ലെങ്കിൽ. കാരണം കേരളത്തിലുള്ള ഇരു മുന്നണികളും BJPക്ക് എതിരാണ്. അങ്ങനെ BJPക്ക് എതിരാകുമ്പോൾ രാജ്യത്ത് കൂടുതൽ സീറ്റ് നേടി ഒന്നാമത്തെ കക്ഷിയായി കോൺഗ്രസ് അല്ലേ ഭരിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് കേരളത്തിലും കോൺഗ്രസിനല്ലേ മതേതര വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നേക്കാം. ഡയറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുകയല്ലേ നല്ലത്, പിന്നെന്തിനായി വളഞ്ഞു മൂക്ക് പിടിക്കുന്നു എന്നാണ് UDFകാർ സാധാരണ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഇടതുപക്ഷത്തിന് നാം ചെയ്യുന്ന ഓരോ വോട്ടും അത് BJPക്കെതിരെയുള്ള സ്ഥിരമായ വോട്ടായി, ചുരുങ്ങിയത് 5 വർഷം വരെയുള്ള, അടുത്ത പാർലമെന്റ് വരുന്നത് വരെയുള്ള കാലയളവിൽ സ്ഥിരമായ BJP വിരുദ്ധ വോട്ടായി നമുക്ക് ബാങ്കിലിട്ട കാശ് പോലെ സൂക്ഷിക്കാൻ കഴിയും. അതേസമയം കോൺഗ്രസിന് നമ്മൾ ചെയ്യുന്ന വോട്ടുകളിൽ ചില വോട്ടുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും അത് അടുത്ത് തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ ചില വോട്ടുകളെങ്കിലും BJPക്ക് ശക്തിപരമായ രീതിയിൽ വരും എന്നത് പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് അനുമാനമോ മറഞ്ഞ കാര്യം പറയല്ല. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞു, എനിക്ക് തോന്നുമ്പോൾ BJPയിലേക്ക് പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെയാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പോകുമെന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും പറഞ്ഞ അവരിഞ്ഞ് പോയാലും പരാതിയില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കാസർകോട്ടെ സ്ഥാനാർത്ഥിയും പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങളെ പരവതാനി വിരിച്ച് സ്വീകരിക്കാനിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോകേണ്ടി വന്നാൽ പോയാൽ അവിടെ സ്ഥാനം കിട്ടും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മന്ത്രിസ്ഥാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയി മന്ത്രിസ്ഥാനം കിട്ടുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് അവർ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇവർക്ക് കൊടുക്കുന്ന വോട്ട് അവിടെ 5 കൊല്ലം സ്ഥിരമായി മതേതര വോട്ടായി നിലനിൽക്കുമോ എന്നുള്ളത്. അതേസമയം ഇന്ന് 8 9 മുഖ്യമന്ത്രിമാർ വരെയും കോൺഗ്രസിന്റേത് BJPയിലാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ 400 MP-മാരും MLA-മാരും കൂടി കൂട്ടിയാൽ 400 ആളുകൾ ഇന്ന് BJPയിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ. അവ എപ്പോഴും BJP പാളയത്തിൽ വീഴാൻ എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്ന, പരസ്യമായി തന്നെ 1-2 ആളുകൾ പറയുകയും അതുപോലെ തന്നെ മോദിയുടെ ആ അത്താഴ വിരുന്നിന്റെ രസം തികട്ടി നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് അവരൊക്കെ എപ്പോൾ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ കഴിയില്ല. എപ്പോഴും പോകാം. അപ്പൊ അത് ആ പ്രതീക്ഷയോട് കൂടി ആയിരിക്കണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അപ്പോ അവർക്ക് വോട്ട് ചെയ്താൽ ഒരുപക്ഷെ ഈ കോൺഗ്രസ് പാർട്ടി തന്നെ BJPക്കെതിരെ നിലനിന്നേക്കാം, അല്ലെങ്കിൽ ചിലർ പോയേക്കാം. അതേസമയം ഇടതുപക്ഷത്തിന് ഇപ്പോൾ മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്ക് ചെയ്താലും അത് അവരുടെ കാലാവധി കഴിയുന്നത് വരെയെങ്കിലും BJPക്കെതിരെ അവരുണ്ടാകും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് 2 മുന്നണിക്ക് ചെയ്താലും മതി എന്ന് പറയുന്നവരോട് LDFന് ചെയ്യുന്ന ഓരോ വോട്ടും റിസർവഡ് ആണ് 5 വർഷത്തേക്കെങ്കിലും BJPക്കെതിരെ. അഥവാ കോൺഗ്രസിനും അതുപോലുള്ള മറ്റു പാർട്ടികൾക്കൊക്കെ ചെയ്യുന്നത് ഉറപ്പായി പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതിൽ തന്നെ നിലനിന്ന് വരാം, അല്ല വലിയ അക്കരപ്പച്ച കണ്ടുകൊണ്ട് പോകുന്നവരതിലുണ്ട്. പോകാമെന്ന് പറഞ്ഞ വലിയ കോൺഗ്രസിന്റെ നേതാവായ, കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ നേതാവ് KPCC പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹം ഞാൻ തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വാക്കേ നമ്മൾ മനസ്സിലാക്കണം. അത് ദേഷ്യം പിടിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ ചിലർ പറയും. ദേഷ്യം പിടിച്ച് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഒരു മതേതര വിശ്വാസിന്റെ വക്കൽ നിന്ന്, ഒരു കോൺഗ്രസ്സുകാരന്റെ വക്കൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നാൽ അദ്ദേഹം എവിടേക്കും ചാടും എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. പൊതുജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ധാരണ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ കാവ്യാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത്തരക്കാരെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മതേതര വോട്ട് അവതാളത്തിലാക്കുന്നതിലേറെ നല്ലത് BJPക്കെതിരെ കണിശമായി എന്നും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചാൽ അതെപ്പോഴും ഈ കാലാവധി കഴിയുന്നവരെങ്കിലും BJPക്കെതിരെയുള്ള വോട്ടായിട്ട് അവിടെ നിലനിൽക്കും എന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്.
അപ്പൊ രണ്ടും വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് അല്ലേ കൂടുതൽ സീറ്റ് കിട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണമെന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയെ BJPയെ ഒഴിവാക്കാൻ വേണ്ടി LDF പിന്തുണക്കുമെന്ന് വ്യക്തമായി പറഞ്ഞതാണ്. LDFും ഈ മുന്നണിയിൽ തന്നെ ഉള്ളവരാണ്. ഈ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ മുന്നണിയുടെ, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധിയാണല്ലോ. അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക്